പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ലക്ഷക്കണക്കിന് മലയാളി കൂട്ടുകാർ അകപ്പെട്ട ഒരു ചതിയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഞാനത് എന്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവരും ഒരു മണ്ടന്മാരെ പോലെ കമന്റ് ഇട്ടു. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോയിലൂടെ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഫേസ്ബുക്ക് പേജ് അവർ ഒരു പോസ്റ്റ് ഇട്ടു. അവർ കൊടുത്തിരുന്ന ഒരു കോഡ് അത് അവരുടെ കമന്റ് ബോക്സിൽ എൻ്റർ ചെയ്ത് നോക്കിയാൽ ആ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റർ കീ അമർത്തിയാൽ അത് മാർക്ക് സുക്കർബർഗ് എന്ന് ആയി മാറിയില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന്. സത്യത്തിൽ അതൊരു തെറ്റായ വിവരമാണ്. കാരണം ആ കോഡ് മാർക്ക് സുക്കർബർഗിന്റെ പ്രൊഫൈൽ ഐഡിയുടെ നമ്പറാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഫൈൽ ഐഡിക്ക് ഓരോ വ്യത്യസ്തമായ നമ്പറുകളുണ്ട്. എനിക്കുള്ള നമ്പർ ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അപ്പോ മാർക്ക് സുക്കർബർഗിന്റെ പ്രൊഫൈൽ ഐ ഡി 4 എന്നാണ്. അതായത് facebook.com/4 എന്നടിച്ചു കഴിഞ്ഞാൽ സുക്കർബർഗിന്റെ പ്രൊഫൈൽ വരും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐ ഡി ഉണ്ട്. അത് നമുക്ക് സെറ്റിംഗ്സിൽ നിന്ന് എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ സുക്കർബർഗിന്റെ ആ 4 എന്നതിന് പകരം നിങ്ങളുടെ നമ്പർ അടിച്ച് നിങ്ങൾ എൻ്റർ കീ അമർത്തി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പ്രൊഫൈലായിരിക്കും ഡിസ്പ്ലേ ആവുക. അതാ പ്രൊഫൈലിന്റെ നെയിം. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു. കാരണം അവിടെ അവർ പറഞ്ഞിരുന്ന പോലെ, അതായത് ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞിരുന്ന പോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആ കോഡ് എൻ്റർ ചെയ്താൽ ഒരിക്കലും അവിടെ മാർക്ക് സുക്കർബർഗ് എന്ന് വരില്ല. അപ്പൊ അവർ പറഞ്ഞത് മാർക്ക് സുക്കർബർഗ് എന്ന് വന്നില്ല എങ്കിൽ അവരുടെ പ്രൊഫൈലെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന്. നിങ്ങളിൽ പലരും ഇത് കണ്ട് പേടിച്ചു. കുറെ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ചേട്ടാ എന്റെ പ്രൊഫൈൽ ഹാക്കായി എന്ന്. സത്യത്തിൽ നിങ്ങളുടെ പ്രൊഫൈലൊന്നും ഹാക്കായിട്ടില്ല. ഇവിടെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ പ്രൊഫൈലിൽ മറ്റൊരു ആൾ എവിടെ നിന്നെങ്കിലും ലോഗിൻ ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് ഫേസ്ബുക്ക് തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ ഒരു സൗകര്യം വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്നാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഫേസ്ബുക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെച്ചോ ആക്സസ് ചെയ്യുന്ന ആ ലൊക്കേഷൻ ഏകദേശം അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഏത് ലൊക്കേഷൻ എന്നതിന് അപ്പുറം ഏത് IP യിൽ നിന്നുമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ആവുന്നത് എന്നും നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് സംശയം തോന്നുകയാണ്, വേറൊരു IP യിൽ നിന്നും, അതായത് നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത ഒരു IP യിൽ നിന്നുമാണ് ഒരു യൂസർ അതിൽ ലോഗിൻ ചെയ്തത് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ യൂസറുടെ സെഷൻ, അതായത് അയാൾ അവിടെ ലോഗിൻ ആയിരിക്കുകയാണെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്യാൻ നിങ്ങളുടെ മൊബൈലിലൂടെ സാധിക്കും. അതുകൂടി നമുക്കിവിടെ ഇന്ന് പരിചയപ്പെടാം. പൂർണ്ണമായിട്ട് കാണുന്നതിന് മുമ്പ് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ ഒരു അറിവ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. ഒട്ടുമിക്കവരും ഷെയർ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷെ ആ പേജിലെ ആ പോസ്റ്റ് വന്നതിന് ശേഷം ഒട്ടുമിക്കവരും പരിഭ്രാന്തരായിരിക്കുകയാണ്. അവരുടെ അക്കൗണ്ട് ഹാക്കായി എന്നും പറഞ്ഞ് പലരും വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ശ്രദ്ധ കൂടി ഇതിലേക്ക് ക്ഷണിക്കുന്നതിന് നിങ്ങൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് സഹകരിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. ആദ്യമായി നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. തുടർന്ന് വലതുവശത്തെ മെനുവിൽ നിന്നും അക്കൗണ്ട് സെറ്റിംഗ്സ് എന്നത് സെലക്ട് ചെയ്യുക. സ്വല്പം താഴേക്ക് സ്ക്രോൾ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അക്കൗണ്ട് സെറ്റിംഗ്സ് എന്നത് കാണാനാകൂ. പ്രത്യേകം ഓർക്കുക, ഏറ്റവും പുതിയ വേർഷൻ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കുക. അക്കൗണ്ട് സെറ്റിംഗ്സിൽ നിന്നും സെക്യൂരിറ്റി എന്നത് സെലക്ട് ചെയ്ത് വെയർ യു ആർ ലോഗ്ഡ് ഇൻ എന്നത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ ഏറ്റവും അവസാനം ലോഗിൻ ചെയ്ത ചില വിവരങ്ങൾ കാണാം. അതായത് ലോഗിൻ ചെയ്ത തീയതി, ലോഗിൻ ചെയ്ത ലൊക്കേഷൻ, പിന്നെ ഏത് ഡിവൈസ് എന്നും ഏത് ബ്രൗസർ എന്നുകൂടി കാണാം. അതായത് കമ്പ്യൂട്ടർ ആണോ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണോ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് എന്നൊക്കെ അവിടെ കാണാനാകും. അതിൽ ഓരോ സെക്ഷനിലും സെലക്ട് ചെയ്താൽ ആ ലോഗിൻ ഏത് IP യിൽ നിന്നായിരുന്നു എന്ന് IP നമ്പർ കൂടി കാണിച്ചു തരുന്നെന്ന് മനസ്സിലാക്കാം. അത് നിങ്ങളുടെ IP നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ IP യിൽ ആ ലൊക്കേഷനിൽ നിന്നും ലോഗിൻ ചെയ്തിട്ടില്ല എന്നുറപ്പെങ്കിൽ പാസ്വേഡ് മാറ്റുന്ന ഉൾപ്പെടെയുള്ള മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. അത് കൂടാതെ ആ ഒരു സെക്ഷന് വലതുവശത്തായിട്ടുള്ള ഇൻഡു മാർക്കിൽ പ്രസ് ചെയ്താൽ ആ ഒരു ഭാഗത്തു നിന്നും ലോഗിൻ ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണോ അയാൾ അപ്പോൾ ലോഗിൻ ഇൻ ആണെങ്കിൽ അവിടെ നിന്നും അയാൾ ലോഗ് ഔട്ട് ആവുന്നതായിരിക്കും. നിങ്ങളുടെ IP നമ്പർ അറിയാൻ ഗൂഗിൾ ക്രോമിൽ IP അഡ്രസ് എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. IP നമ്പറിന്റെ അവസാന 2 ഭാഗം, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ IP നമ്പർ 117.215.216.105 എന്നാണെങ്കിൽ അതിലെ 216.105 എന്നത് നിങ്ങൾ ഡൈനാമിക് IP ഉള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ തവണയും ചെറിയ മാറ്റം വരും എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഫേസ്ബുക്ക് കാണിക്കുന്ന ലൊക്കേഷൻ നിങ്ങൾ നിൽക്കുന്ന ആ ഗ്രാമത്തിലെയോ നഗരത്തിലെയോ അതേ പേരിൽ തന്നെ ആവണമെന്നില്ല. ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമായിരിക്കും കാണിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന IP നമ്പർ കൂടി ചെക്ക് ചെയ്ത് ആ സമയത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾ തന്നെയോ എന്ന് ഉറപ്പാക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയുന്നു,
നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ സുക്കർബർഗിന്റെ പേര് കാണാനുള്ള കോഡ് വെച്ചുള്ള ഫേസ്ബുക്ക് ഹാക്കായോ എന്ന ചെക്ക് ചെയ്യൽ വെറും മണ്ടത്തരം മാത്രമാണ്. ഇത് പ്രത്യേകം ഓർക്കുക. ഈ മണ്ടത്തരം പോസ്റ്റ് ചെയ്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ പരിഭ്രാന്തി മാറി. സ്നേഹപൂർവ്വം രതീഷ് ശർമ്മേനോൻ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയെക്കുറിച്ച് മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ശർമ്മേനോൻ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. പേജ് സെലക്ട് ചെയ്ത് വലതുവശത്ത് കാണുന്ന 3 ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്നതിലെ ആദ്യത്തെ 6 ഓപ്ഷനുകളും നീല ടിക്ക് മാർക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പുതിയ അറിവുകൾ എത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിവുകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഷെയർ എന്ന ബട്ടൺ ഉപയോഗിക്കുക.